Hello everyone, I'm Nimisha. Once again, welcome to Jovys Perfect Academy. So, in the discuss a topic, PTE speaking module, one of the important sections that is describe image. Describe image is in this section we discuss. So, we are going to talk about some of the do's and don'ts in describe image. So, video is effective and helpful. So, make sure that you watch the video till the end. Okay. So, we will start describe image. Speaking module, we already know we have 7 tasks when we come to academic and core 5 tasks. So, core academic common section describe image. So, what all things we need to do to refine our speaking first? Okay, speaking refine speaking module useful tips provide. Then we will be talking about describe image in detail. Okay, so refine your speaking skills. What all things we can do for that? Speaking skills enhance improvise. So the first and foremost thing that we need to take care of is practice speaking English every day to build confidence. So namukku kittunna avasarangalellam paramavadi utilize cheya endinu vendite speaking day to day life il include cheyan vendite. So speaking English can help us to improve our speaking skills, that is practice speaking English every day to build confidence. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റണമെങ്കിൽ അത് പ്രാക്ടീസ് ത്രൂ മാത്രമേ പോസിബിൾ ആവുള്ളൂ. അപ്പോൾ എത്രത്തോളം നമുക്ക് അവസരങ്ങൾ കിട്ടുന്നോ സംസാരിക്കാനായിട്ട് മേക്ക് യൂസ് ഓഫ് ദാറ്റ്. ഓക്കെ, ദെൻ റെക്കോർഡ് യുവർ സെൽഫ്. നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ പറയുന്നത് എന്താണോ അത് റെക്കോർഡ് ചെയ്ത് സ്വന്തമായിട്ട് ഒന്ന് കേട്ട് നോക്കുക. റെക്കോർഡ് യുവർ സെൽഫ് ആൻഡ് ലിസൺ ടു ദാറ്റ് ആൻഡ് make the necessary changes or necessary improvements that we need to, like listen back to identify areas for improvement. നമ്മൾ പറഞ്ഞത് എന്താണോ അത് റെക്കോർഡ് ചെയ്ത് സ്വയമായിട്ടൊന്ന് കേട്ട് നോക്കിയിട്ട് ഇംപ്രൂവ്മെൻറ്റ് വേണ്ട ഏരിയാസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി ആ വേണ്ട നെസസറി ആയിട്ടുള്ള എലമെൻറ്റ്സ് ഒക്കെ ചേഞ്ച് ചെയ്ത് ഒന്നും കൂടി ഇംപ്രൂവൈസ് ചെയ്യാം. ഓക്കെ, സോ റെക്കോർഡ് യുവർ സെൽഫ്, ലിസൺ ബാക്ക് ടു ഐഡൻറ്റിഫൈ യുവർ ഏരിയാസ് ഫോർ ഇംപ്രൂവ്മെൻറ്റ്, ദെൻ focus on stress, intonation and rhythm in your speaking. This is really important actually. So നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പറയുന്നതിൽ അതായത് സ്പീക്കിംഗ് ടാസ്കുകളിലേക്ക് വരുമ്പോൾ വളരെ എഫക്റ്റീവ് ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഇൻറ്റോനേഷൻ, സ്ട്രെസ്, റിതം എന്നൊക്കെ പറയുന്നത്. സ്പീക്കിങ്ങിൽ കൂടുതലായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണിത്. സോ നമ്മൾ പറയുന്ന ആ ഒരു രീതി, റിതം, ആ റിതം നന്നായിട്ട് ഫോളോ ചെയ്ത്, അതായത് നമ്മൾ പറയുന്നതിന് ഒരു കൃത്യമായിട്ടൊരു താളം. ഇപ്പോൾ റീഡ് അലൗഡ് ഒക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നെസസറി പോസസ് കൊടുക്കേണ്ടടുത്ത് കൊടുക്കാം. ഓക്കെ, അതായത് നമ്മൾ വായിക്കുന്നത് അത്രയും മീനിങ് ഫുൾ ആവണം അല്ലെങ്കിൽ മീനിങ് കൺവേ ആവുന്ന രീതിയിലാവണമെങ്കിൽ നെസസറി പോസസ് അനിവാര്യമാണ്, അവിടെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ ആ ഒരു റിതം ഫോളോ ചെയ്ത് വേണം നമ്മൾ വായിക്കാനായിട്ട്. സ്ട്രെസ്സ് കൊടുക്കുന്ന സ്ഥലങ്ങളിൽ സ്ട്രെസ്സ് കൊടുത്തുകൊണ്ട് തന്നെ വായിക്കാം. അതായത് ഓരോ വേർഡിനും പല സിലബിൾസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ആ ഓരോ സിലബിളിനും കൃത്യമായിട്ട് സ്ട്രെസ്സ് കൊടുത്താൽ മാത്രമാണ് ആ വേർഡ്സിൻ്റെ ക്ലാരിറ്റി പ്രോപ്പറായിട്ട് വരുള്ളൂ. സോ വി നീഡ് ടു ഗിവ് പ്രോപ്പർ സ്ട്രെസ്. ആ ഇൻറ്റോനേഷൻസ് ഒക്കെ ശ്രദ്ധിക്കുക, ഹൈ ടോൺ, ലോ ടോൺ എന്നുള്ള രീതിയിൽ റൈസിങ് ടോണും ഫോളിങ് ടോണൊക്കെ പ്രോപ്പറായിട്ട് വന്നാലാണ് ഇൻറ്റോനേഷൻ പ്രോപ്പർ ആവുന്നത്. സോ അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സോ വി need to focus on stress, intonation and rhythm while speaking. Then expand vocabulary. അപ്പോൾ നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വൊക്കാബ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വി സ്റ്റിക്ക് ഓൺ ടു ദാറ്റ്. ഓൾവേസ് വി യൂസ് ദ സെയിം കൈൻഡ് ഓഫ് വൊക്കാബ്സ്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് എന്ത് ചെയ്യാം, വി നീഡ് ടു എക്സ്പാൻഡ് അവർ വൊക്കാബുലറി. കുറേയൊക്കെ വായിക്കാനും പറയാനൊക്കെ നമ്മൾ പഠിക്കണം. നമ്മുടെ വൊക്കാബ്സ് കുറച്ചും കൂടി എൻഹാൻസ്ഡ് ആവണമെങ്കിൽ വി നീഡ് ടു ഫോക്കസ് ഓൺ ദാറ്റ്, വി നീഡ് ടു വർക്ക് ഓൺ ദാറ്റ്. വി ഹാവ് ടു എക്സ്പാൻഡ് അവർ വൊക്കാബുലറി സോ ദാറ്റ് വി ക്യാൻ മേക്ക് യൂസ് ഓഫ് ഇറ്റ് ഇൻ അവർ സ്പീക്കിംഗ് ആസ് വെൽ ആസ് ഇൻ റൈറ്റിംഗ് ടു. ഓക്കെ, നമ്മുടെ റൈറ്റിംഗിലായാലും സ്പീക്കിംഗിലായാലും കുറേയും കൂടി വേർഡ്സ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. Then stick to the topic and organize your thoughts well. നമ്മൾ എന്തിനെക്കുറിച്ചാണോ പറയുന്നത്, അതായത് എന്താണ് വിഷയം എന്നത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലുണ്ടായിരിക്കണം. അത് എന്തിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നതെന്നുള്ളത്. സോ സ്റ്റിക്ക് ടു ദ ടോപ്പിക്. എന്തൊക്കെയാണ് സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് മെയിൻ ഐഡിയാസ് എന്നുള്ളത്, ആ ടോപ്പിക് എന്താണെന്നുള്ളത് വി ഹാവ് ടു സ്റ്റിക്ക് ടു ഇറ്റ് ആൻഡ് ഓർഗനൈസ് യുവർ തോട്ട്സ്. നമ്മൾ പറയാൻ പോകുന്ന കാര്യം കൃത്യമായിട്ടൊരു ലോജിക്കൽ സ്ട്രക്ചർ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പം നമ്മുടെ തോട്ട്സിന് നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ട് വേണം പ്രസൻറ്റ് ചെയ്യാൻ. സോ ദീസ് ആർ സം ഓഫ് ദ ടിപ്സ് ഓർ തിങ്സ് ദാറ്റ് വി ക്യാൻ ഡു ടു റീഫൈൻ our speaking skills. So first of all, practice speaking every day. Okay, practice speaking English every day to build confidence. Record yourself and listen to that so that you can make necessary improvements in it. Focus on the stress, intonation and rhythm of in speaking. Then try to expand your vocabulary, try to bring out new words in your speaking and writing.
ആൻഡ് സ്റ്റിക്ക് ടു ദ ടോപ്പിക് ആൻഡ് ഓർഗനൈസ് യുവർ തോട്ട്സ് വെൽ. അപ്പം നമ്മൾ എന്തിനെക്കുറിച്ചാണോ സംസാരിക്കേണ്ടത്, നമ്മുടെ ടോപ്പിക് എന്താണോ, മെയിൻ ഐഡിയ എന്താണോ, അതിനെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ സംസാരിക്കാനായിട്ട്. സോ ദീസ് ആർ ദ തിങ്സ് ദാറ്റ് യു ക്യാൻ ഫോളോ ടു റിഫൈൻ യുവർ സ്പീക്കിംഗ് സ്കിൽസ്. ഓക്കെ, next is how to ace describe image. So some of the do's and don'ts, that is what we are going to discuss today. So video അവസാനം വരെയും കാണാം, എന്നാലാണ് നിങ്ങൾക്ക് അത് എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ do watch till the end. Okay, so some of the do's that we need to follow while doing describe image. So how to ace describe image, what all things to focus on. Focus on structured response. അപ്പം നമുക്ക് കൃത്യമായിട്ട്, അതായത് ഒരു ഇമേജ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് പറയാനായിട്ട് നമുക്ക് പറ്റണം. അതായത് എന്തൊക്കെയാണ് അവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഫീച്ചേഴ്സ്. ലൈക്ക് ഇറ്റ് ഷുഡ് ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് എ പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ. ദാറ്റ് ഇസ് വി നീഡ് ടു ഇൻട്രൊഡ്യൂസ് ദി ഇമേജ് ഫസ്റ്റ്. എന്താണ് ആ ഒരു ഇമേജ് എന്നുള്ളത് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അത് എന്തിനെക്കുറിച്ചുള്ള ഇൻഫർമേഷനാണ് തരുന്നതെന്നുള്ളത് പ്രോപ്പറായിട്ട് പറയണം. ദെൻ അതിൽ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിലിങ്സ് അല്ലെങ്കിൽ ഡാറ്റ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ആൻഡ് ഫൈനലി വി ക്യാൻ സം അപ്പ് ദാറ്റ് ഇമേജ്. അതിലെന്താണ് മൊത്തമായിട്ടുള്ള ഐഡിയ എന്തായിരുന്നു എന്നുള്ളത് സമ്മറൈസ് ചെയ്യാവുന്നതാണ്. സോ ദർ ഷുഡ് ബി എ ലോജിക്കൽ സ്ട്രക്ചർ ഓർ ദ റെസ്പോൺസ് ദാറ്റ് വി ആർ ഗിവിങ് ഷുഡ് ബി സ്ട്രക്ചേർഡ്. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക. ദെൻ പ്രയോറിറ്റൈസ് ഫ്ലുവൻസി ആൻഡ് പ്രൊനൗൺസിയേഷൻ. നമ്മൾ പറയുന്നത് അത്രയും ഫ്ലുവൻ്റ് ആയിരിക്കണം. ഫ്ലുവൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് നോട്ട് അബൌട്ട് ഇമിറ്റേറ്റിംഗ് എൻ ആക്സെൻറ്റ് ഇമിറ്റേറ്റ് ചെയ്ത് പറയുന്നതല്ല. വി ക്യാൻ സ്പീക്ക് ഇൻ എ ന്യൂട്രൽ ആക്സെൻറ്റ്, ബട്ട് നമ്മൾ പറയുന്നത് അത്രയും ഫ്ലുവൻ്റ് ആയിരിക്കണം വിത്തൗട്ട് ബ്രേക്സ്. അതായത് കുറേ നമ്മൾ ഹെസിറ്റേറ്റ് പോസസോ അല്ലെങ്കിൽ ഫില്ലേഴ്സ് അതൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് പറയുന്ന അത്രയും വളരെ കൃത്യമായിട്ട് പറയാമെന്നുള്ളതാണ്. സോ ഫ്ലുവൻസി ഈസ് നെസസറി. ദെൻ പ്രൊനൗൺസിയേഷൻ, ഓഫ് കോഴ്സ് പ്രൊനൗൺസിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വേർഡ്സിൻ്റെ ക്ലാരിറ്റി, ദാറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ വല്ലാതെ ഫാസ്റ്റ് ആവാൻ നോക്കുമ്പോൾ, അതായത് വെൻ വി ട്രൈ ടു റഷ്, അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ക്ലാരിറ്റി കുറഞ്ഞു പോകുന്നത്, വേർഡ്സിൻ്റെ പ്രൊനൗൺസിയേഷൻ പ്രോപ്പർ അല്ലാതെ പോകുന്നത്. അപ്പോൾ നമുക്ക് കോണ്ടൻറ്റിന് സ്കോർ ഒരു ഡിമിനിഷിങ് ആയിട്ട് വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, ഡോണ്ട് ബി ടു ഫാസ്റ്റ് ഓർ ഡോണ്ട് ബി ടു സ്ലോ. ഓൾവേസ് ട്രൈ ടു മെയിൻറ്റെയിൻ എ മീഡിയം സ്പീഡ്. ആൻഡ് ഫ്ലുവൻസി പ്രൊനൗൺസിയേഷനൊക്കെ കറക്റ്റ് ആവുന്നത് അപ്പോഴാണ്. അപ്പോൾ ഓൾവേസ് ട്രൈ ടു ഫോക്കസ് ഓൺ ദാറ്റ്. ദെൻ utilize the provided 25 seconds of prep time effectively. So we know describe image ചെയ്യുമ്പോൾ നമുക്ക് പല ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇമേജസ് ആണ് വരുന്നത്. 6 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇമേജസ് നമുക്ക് തരുന്നുണ്ട്. സോ അതിൽ ഓരോ തവണയും ഒരു ഇമേജ് കിട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു 25 seconds prep time ഉണ്ട്, പ്രിപ്പറേഷൻ ടൈം ഉണ്ട്. ട്രൈ ടു യൂട്ടിലൈസ് ദാറ്റ് 25 seconds പ്രോപ്പർലി. ആ 25 secondsൽ തന്നിരിക്കുന്ന ഇമേജിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി അതെന്താണെന്നുള്ളത് മനസ്സിലാക്കി അതിലെ ഫീച്ചേഴ്സ്, ഒരു 3-4 എലമെൻറ്റ്സ് പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന 3-4 ഫീച്ചേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്. സോ അത് കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുക. ആ 25 seconds പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആ ഒരു 25 secondsനകത്ത് നമുക്ക് ആ ഇമേജിൽ കാണുന്ന പ്രധാനപ്പെട്ട പെക്യുലാരിറ്റീസ് 3-4 ഫീച്ചേഴ്സ് നമുക്ക് പറയാവുന്ന, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു തോട്ട്സ് നമുക്ക് ഓർഗനൈസ് ചെയ്യാവുന്നതാണ്. യൂസ് സ്പെസിഫിക് വൊക്കാബുലറീസ്. അതായത് സ്പെസിഫിക് വൊക്കാബ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജ് യൂസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ട്രൈങ് ടു ഗിവ് എവറി ഡീറ്റെയിൽസ് ഇൻ ദാറ്റ് ഇമേജ്. അതായത് ആ ഇമേജിൽ തന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യാൻ പോസിബിൾ അല്ല. കാരണം നമുക്കൊരു ലിമിറ്റഡ് ടൈമേ സ്പീക്കിങ്ങിനായിട്ടുള്ളൂ. വി ആർ ഗെറ്റിംഗ് 25 seconds ഫോർ പ്രിപ്പറേഷൻ ആൻഡ് 40 seconds ഫോർ റെക്കോർഡിംഗ്. ഇൻ ദാറ്റ് 40 seconds വി കാൺ ഇൻക്ലൂഡ് എവറി ഡീറ്റെയിൽ ഇൻ ദാറ്റ് ഇമേജ്. എല്ലാം പറയാൻ പോസിബിൾ അല്ല. സോ വാട്ട് വി ഹാവ് ടു ഡു ഇസ് ട്രൈ ടു simplify your answer or create a proper structure for your answer, and there you can include 3 or 4 peculiarities ആ ഇമേജിൽ എന്തൊക്കെയാണോ കാണുന്നത് അതിനെക്കുറിച്ചാണ് നമ്മളവിടെ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്. ആൻഡ് it should be done by using specific vocabularies or descriptive language. ഏറ്റവും ഹയസ്റ്റ് വാല്യൂ, ലോവസ്റ്റ് വാല്യൂ, ഇൻക്രീസ്, ഡിക്രീസ്, അങ്ങനെയുള്ള ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജസ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ദെൻ ലാസ്റ്റ് പോയിന്റ്, practice with diverse image types. So you need to be focused on that. That is പല ഇമേജസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. സോ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് വേരിയേഷൻസ് അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ട്രൈ ടു പ്രാക്ടീസ് വിത്ത് ഡൈവേഴ്സ് ഇമേജ് ടൈപ്സ്. എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന ഇമേജസ് മാത്രം നോക്കാതെ ഈ തന്നിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം നമ്മളൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. സോ ദാറ്റ് നമുക്ക് എങ്ങനെയുള്ള ഇമേജ് വന്നാലും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. സോ ഓൾവേസ് ട്രൈ ടു പ്രാക്ടീസ് വിത്ത് ഡൈവേഴ്സ് ഇമേജ് ടൈപ്സ്. സോ ദീസ് ആർ സം ഓഫ് ദ ഡൂസ്, നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് സം ഓഫ് ദ ഡോൺസ് ദാറ്റ് വി നീഡ് ടു നോ. ഓക്കെ,
ഡോൺസ് ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. ഡോണ്ട് യൂസ് മെമ്മറൈസ് സെൻറ്റൻസസ് എക്സസീവ്ലി. അതായത് നമുക്ക് ഈ ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് ഈസി വേ ടു ആക്സസ് അത് എപ്പോഴും നമ്മൾ നോക്കുന്ന ഒരു കാര്യമാണ്. സോ ഡോണ്ട് ഫോക്കസ് ഓൺ ദാറ്റ്. അതായത് പ്രീ മെമ്മറൈസ്ഡ് ആൻസേഴ്സ് അല്ലെങ്കിൽ റോബോട്ടിക് ആയിട്ട് സൗണ്ട് ചെയ്യാൻ പാടില്ല. വളരെ നാച്ചുറൽ ആയിട്ടും ജെന്വിൻ ആയിട്ടും ആൻസർ ചെയ്യുന്ന പോലെയാണ് സ്പീക്കിങ്ങിൽ എല്ലാ ടാസ്കുകളും ചെയ്യേണ്ടത്, ഇൻസ്റ്റെഡ് ഓഫ് ഫീലിംഗ് റോബോട്ടിക്. ഓക്കെ, അപ്പോൾ ഒരു ഓട്ടോമേറ്റഡ് ആൻസർ അല്ല നമുക്ക് അവിടെ വേണ്ടത്. നമുക്ക് എങ്ങനെയുള്ള ആൻസേഴ്സ് ആണ് വേണ്ടത്? വളരെ ജെന്വിൻ ആയിട്ട് നമുക്ക് നാച്ചുറൽ ഫ്ലോയിൽ വളരെ സ്മൂത്ത് ആയിട്ട് പറയാൻ പറ്റണം. സോ ഡു നോട്ട് യൂസ് മെമ്മറൈസ് സെൻറ്റൻസസ് എക്സസീവ്ലി. നമുക്ക് ഫ്രേസസ് ഒക്കെ യൂസ് ചെയ്യാം, ലൈക്ക് സെൻറ്റൻസ് സ്റ്റാർട്ടേഴ്സ് യൂസ് ചെയ്യാം, അതൊക്കെ ഓക്കെയാണ്. സെൻറ്റൻസ് സ്റ്റാർട്ടേഴ്സിൻ്റെ കൂടെ ആ ഇമേജിൽ കാണുന്ന പ്രധാനപ്പെട്ട എലമെൻറ്റ്സ് നമ്മൾ ഒന്നിച്ച് കണക്ട് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ കുറേയും കൂടി അത് നാച്ചുറലായി മാറുകയാണ് ചെയ്യുന്നത്. സോ ട്രൈ ടു ഡു ദാറ്റ് ഇൻ that way, okay, instead of using pre-memorized answers. Okay, do not use fillers. നേരത്തെ പറഞ്ഞു ഹെസിറ്റേഷൻസ് അല്ലെങ്കിൽ ഹെസിറ്റൻറ്റ് പോസസ്, അങ്ങനെയുള്ള ലോട്ട് മെനി ഫില്ലേഴ്സ് വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ ഫ്ലുവൻസി എഫക്റ്റഡ് ആവുന്നത്. സോ വി നീഡ് ടു അവോയ്ഡ് ദം. ഡു നോട്ട് യൂസ് ഫില്ലർ വേർഡ്സ് ലൈക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വേർഡ്സ് നമ്മൾ അവോയ്ഡ് ചെയ്യണം. Then do not add personal opinions. That's really important. നമുക്കിപ്പോൾ ഒരു ഇമേജ് തന്നു, നമ്മൾ ജനറലൈസ് ചെയ്ത് നമ്മുടെ ഒപ്പീനിയൻ അവിടെ ആഡ് ഓൺ ചെയ്യാൻ നോക്കുകയാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഡോണ്ട് ട്രൈ ടു ആഡ് ഓൺ യുവർ ഓൺ വ്യൂ പോയിൻറ്റ്സ് ഓർ യുവർ ഓൺ പെർസ്പെക്റ്റീവ് റിഗാർഡിംഗ് ദാറ്റ് ഇമേജ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് യു നീഡ് ടു ഫോക്കസ് ഓൺ ദ പെക്യുലാരിറ്റീസ് ദാറ്റ് ആർ ഗിവൻ ദെയർ. അവിടെ തന്നിട്ടുള്ളത്, ഇമേജിൽ എന്തൊക്കെയാണോ തന്നിട്ടുള്ളത് അതാണ് നമ്മൾ അവിടെ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മുടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ പോയിന്റ് ഓഫ് വ്യൂ അല്ല പറയേണ്ടത്. ഓക്കെ, so that's also really important. Do not add personal opinions. The next point is, do not make assumptions. Stick strictly to the information presented in the image. ഇമേജിൽ എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ടോ അതിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ അസ്യൂം ചെയ്ത് പറയേണ്ട ആവശ്യമില്ല, നമ്മുടേതായിട്ടുള്ള ഗസ് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഊഹങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഇമേജിൽ എന്തൊക്കെ തന്നിട്ടുണ്ടോ അതിനെ മാത്രം ഹൈലൈറ്റ് ചെയ്ത് പറയാം. ഓക്കെ, ഇമേജിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിലിങ്സ് ആണ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ, ഡു നോട്ട് സ്പീക്ക് ബിഫോർ ദ മൈക്രോഫോൺ ആക്ടിവേറ്റ്സ് ആഫ്റ്റർ ദ ടോൺ. ഓക്കെ, അതായത് നമ്മൾ മൈക്രോഫോൺ ആക്റ്റീവായി എന്ന് ഉറപ്പാക്കിയതിന് ശേഷം, മൈക്ക് ആക്റ്റീവായി എന്ന് ഉറപ്പാക്കിയതിന് ശേഷം വേണം സംസാരിക്കാനായിട്ട്. സോ ബിഫോർ ദാറ്റ് നമുക്ക് എന്ത് കേൾക്കാം? ഒരു ടോൺ കേൾക്കാം, അല്ലേ, ഒരു പ്രോം ടോൺ കേൾക്കാം. സോ ആ പ്രോം ടോൺ കേട്ടതിന് ശേഷം മൈക്ക് ആക്റ്റീവായി എന്ന് ഉറപ്പായതിന് ശേഷം മാത്രം സംസാരിച്ച് തുടങ്ങാം. കാരണം അതിന് മുൻപ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ക്യാച്ച് ചെയ്യില്ല. സോ വി വോണ്ട് ഗെറ്റ് സ്കോർ ഫോർ ദാറ്റ്. സോ എപ്പോഴും മേക്ക് ഷുവർ ദാറ്റ് യു സ്റ്റാർട്ട് സ്പീക്കിംഗ് ആഫ്റ്റർ ദാറ്റ് മൈക്ക് ഗെറ്റ്സ് ആക്റ്റീവ്. ഓക്കെ, അതെപ്പോഴും ശ്രദ്ധിക്കുക. ദെൻ അവോയ്ഡ് സ്റ്റോപ്പിംഗ് ടു ഏർലി. അതായത് നമുക്ക് 40 സെക്കൻഡ്സ് ആണ് റെക്കോർഡിംഗ് ടൈം വരുന്നത്. വി ക്യാൻ സ്പീക്ക് ടിൽ 40 സെക്കൻഡ്സ്. സോ ഡോണ്ട് സ്റ്റോപ്പ് ടു ഏർലി. അറ്റ്ലീസ്റ്റ് യു ക്യാൻ സ്പീക്ക് ഫോർ 25 to 35 സെക്കൻഡ്സ്. അപ്പോൾ ഒരുപാട് നേരത്തെ നിർത്തരുത്. പ്രത്യേകിച്ചും നമ്മൾ ഒരു 15 സെക്കൻഡ്സിനൊക്കെ മുൻപേ നിർത്തുകയാണെങ്കിൽ വി വോണ്ട് ഗെറ്റ് എനി സ്കോർ ദെയർ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ക്യാൻ സ്പീക്ക് ഫോർ അറ്റ്ലീസ്റ്റ് 25 to 35 സെക്കൻഡ്സ്. ഓക്കെ, അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവോയ്ഡ് സ്റ്റോപ്പിംഗ് ടു ഏർലി. സോ ദീസ് ആർ സം ഓഫ് ദ ഡോൺസ്. ഐ വിൽ റിപ്പീറ്റ് ഇറ്റ് വൺസ് അഗെയിൻ. Don't use memorized sentences excessively. Do not use filler words like അങ്ങനെയുള്ള filler words, hesitant pauses avoid ചെയ്യാം. Do not add personal informations there. Try to speak whatever is given relating to whatever is given on the screen. അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഇമേജിലെ പ്രത്യേകതകളാണ് നമ്മളവിടെ പറയുന്നത്. Then do not make assumptions or don't make guessworks and all. Strictly stick on to the information that are being presented in the image, and don't speak before the microphone is active. Then avoid stopping early. Okay, these are some of the things or some of the don'ts that we need to follow while doing describe image. Next is how to give a structure to our response. എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നമുക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ, ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞല്ലേ, നമ്മളൊരു ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. സോ ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ പറയാം. ബ്രീഫ്ലി മെൻഷൻ വാട്ട് ദ ഇമേജ് ഇസ് അബൌട്ട്. ഇമേജ് എന്തിനെക്കുറിച്ചാണെന്നുള്ളത് ബ്രീഫായിട്ട് അവിടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ലൈക്ക് എന്തൊക്കെ ഫ്രേസസ് നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും, അതിൻ്റെ ടോപ്പിക് എന്താണെന്നാണ് അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. സോ ദ ഗിവൻ ഇമേജ് ഇസ് എ ബാർ ഗ്രാഫ് ഓർ ദ ഗിവൻ ഇലുസ്ട്രേഷൻ ഇസ് എ ബാർ ഗ്രാഫ് ഓർ ദ ഇമേജ് ഇലുസ്ട്രേറ്റ്സ് എന്താണെന്നുള്ളത് പറയാവുന്നതാണ്. സോ ദ ഗിവൻ ഇമേജസ് ഓർ ദിസ് മാപ്പ് ഇലുസ്ട്രേറ്റ്സ്, ഇങ്ങനെയുള്ള ഫ്രേസസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ദ ഗിവൻ ഇമേജ് ഷോസ് ഓർ ദ ഇമേജ് ഇൻഡിക്കേറ്റ്സ്, ഇങ്ങനെയുള്ള ഫ്രേസസ് ഒക്കെ നമുക്ക് അവിടെ യൂസ് ചെയ്യാം.
then it provides information regarding അതിൻ്റെ കൂടെ ഇമേജിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, then what is all about എന്നുള്ളത്, what is it all about എന്നുള്ളതും പറയാം, എന്തിനെക്കുറിച്ചാണ് അവിടെ ഇൻഫർമേഷൻ കിട്ടുന്നത്. it provides information regarding, it provides information about, or it talks about, or it explains, അങ്ങനെയുള്ള ഫ്രേസസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന. ഇറ്റ് ഷോസ് ഡീറ്റെയിൽസ് റിഗാർഡിങ്, എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ പറയുന്നത്, എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു ഇമേജ് എന്നുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് ഇസ് മെയിൻ ഫീച്ചേഴ്സ്. മെയിൻ ഫീച്ചേഴ്സ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാവുന്നത് എന്തൊക്കെയാണെന്നാണ്. ഹൈലൈറ്റ് ദ മെയിൻ ഫീച്ചേഴ്സ് ഷോൺ ഇൻ ദ ഇമേജ്. എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ഡീറ്റെയിലിങ്സ് മെയിനായിട്ടും നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. ലൈക്ക് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്, ഇൻ ഗ്രാഫ് ആൻഡ് ചാർട്ട് ടോക്ക് അബൌട്ട് ദ ഹയസ്റ്റ് ആൻഡ് ദ ലോവസ്റ്റ് വാല്യൂസ്. അതായത് ഗ്രാഫിലും പൈ ചാർട്ടൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, ഗ്രാഫ് ലൈൻ ഗ്രാഫ് ആവാം, വെദർ ഇറ്റ് ബി എ ബാർ ഗ്രാഫ് ഓർ എ ലൈൻ ഗ്രാഫ് ഓർ എ പൈ ചാർട്ട്, വാട്ട് എവർ ദ ഇമേജ് ഇസ് ഗിവൻ, അതിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഹയസ്റ്റ് വാല്യൂസും ലോവസ്റ്റ് വാല്യൂസ്. ഇൻസ്റ്റെഡ് ഓഫ് ഗിവിങ് എവറി ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ പീക്കിൽ നിൽക്കുന്ന വാല്യൂ അല്ലെങ്കിൽ ലോവസ്റ്റ് വാല്യൂ എന്താണോ അതിനെ റിലേറ്റ് ചെയ്ത് പറയാവുന്നതാണ്. സോ വി ക്യാൻ ടോക്ക് അബൌട്ട് ദാറ്റ്. ദെൻ ഡീറ്റെയിലിങ്സ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പ്രൊവൈഡ് സ്പെസിഫിക് ഡീറ്റെയിൽസ് സച്ച് ആസ് ഡാറ്റ പോയിന്റ്സ് ഓർ പെർസെൻറ്റേജ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ പൈ ചാർട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ പെർസെൻറ്റേജ് ആണ് വാല്യൂസിൽ പറയുന്നത്. സോ ട്രൈ ടു സ്പീക്ക് അബൌട്ട് ദാറ്റ്. അതായത് ഹയസ്റ്റ് വാല്യൂം ലോവസ്റ്റ് വാല്യൂം പറയുമ്പോൾ ആ പെർസെൻറ്റേജ് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാവുന്നതാണ്. വി ക്യാൻ ടോക്ക് അബൌട്ട് ദ ഡാറ്റ പോയിന്റ്സ് ആൻഡ് ഓൾ. സോ ഡോണ്ട് ഗെറ്റ് ടു മച്ച് കൺഫ്യൂസ്ഡ് എമംഗ് ദീസ് നമ്പേഴ്സ്. അത് എപ്പോഴും ശ്രദ്ധിക്കുക. ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് മാത്രം പറയാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, യൂസ് ഡിസ്ക്രിപ്റ്റീവ് വൊക്കാബുലറി. ഡിസ്ക്രിപ്റ്റീവ് വൊക്കാബുലറി അഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻക്രീസ്, ഡിക്രീസ്, ഹയർ ദാൻ, similar to, most, least and so on. We can use these kind of phrases there. Like increase, decrease എപ്പോഴും ഒരു കമ്പാരിസൺ പോലെ, ഹയസ്റ്റ് വാല്യൂ എപ്പോഴായിരുന്നു, ലോവസ്റ്റ് വാല്യൂ, ഇൻക്രീസ്ഡ് റേറ്റ് എപ്പോഴാണ്, ഡിക്രീസ്ഡ് റേറ്റ് എപ്പോഴാണ്, ഹയർ ദാൻ കമ്പാരിസൺ പറയുമ്പോൾ, സിമിലർ ടു, മോസ്റ്റ്, ലീസ്റ്റ്, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ ലാസ്റ്റ് ഇസ് കൺക്ലൂഷൻ. For conclusion, we can make use of sentences or phrases like, overall the image focuses on, according to this graph, then overall this image gives information about. We can use that kind of sentences. So avade endana nammal cheyyunnathu, we are giving a quick summary. ആ ഒരു ഇമേജ് എന്തായിരുന്നു എന്നുള്ളത് വി ആർ ഗിവിങ് എ സം അപ്പ് ഓർ എ സമ്മറി ഓർ എ ഫൈനൽ ഔട്ട്ലുക്ക് ഓഫ് ദാറ്റ് ഇമേജ്. സോ ഇത്രയാണ് ഇവിടെ നമുക്ക് ചെയ്യാവുന്നത്. സോ ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് യുവർ റെസ്പോൺസ് ഹാസ് എ പ്രോപ്പർ സ്ട്രക്ചർ. ഇറ്റ് ഷുഡ് ബി ലോജിക്കലി സ്ട്രക്ചർഡ്. ലൈക്ക് ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് വിത്ത് എൻ ഇൻട്രൊഡക്ഷൻ. നമ്മൾ എന്തിനെക്കുറിച്ചാണോ പറയുന്നത് ആ ഇമേജിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എന്തിനെക്കുറിച്ച് ഇമേജ് എന്തിൻ്റെ ഡീറ്റെയിൽസ് ആണ് തരുന്നതെന്ന് പറയുക. പിന്നെ ആ നമ്മൾ കോണ്ടൻറ്റ് പറയുമ്പോൾ എപ്പോഴും ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഡിസ്ക്രിപ്റ്റീവ് വൊക്കാബുലറീസ് യൂസ് ചെയ്യാം. മെയിൻ ഫീച്ചേഴ്സ് ആണ് അവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്. ദെൻ ഫൈനലി വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ബൈ സമ്മിങ് അപ്പ് ഓർ എൻഡിങ് വിത്ത് എ ക്വിക്ക് സമ്മറി ഓഫ് ദാറ്റ് ഇമേജ്. ഇത്രയും കാര്യങ്ങളാണ് സ്ട്രക്ചറിൽ ശ്രദ്ധിക്കേണ്ടത്. നെക്സ്റ്റ് വരുന്നത് കോമൺ ആയിട്ട് യൂസ് ചെയ്യാവുന്ന കുറച്ച് വേർബ്സ്, ദെൻ പ്രിപ്പൊസിഷൻസ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഡിസ്ക്രൈബ് ഇമേജിൽ കുറച്ചും കൂടി നമുക്ക് യൂസ് ചെയ്യാവുന്ന ടേംസ് ആണ്. പ്രിപ്പൊസിഷണൽ ടേംസ് ഏതൊക്കെയാണ്, ദെൻ കൺജങ്ഷൻസ്, അപ്പോൾ ലാംഗ്വേജ്, അതുപോലെ തന്നെ ലാംഗ്വേജ് ഓഫ് കമ്പാരിസൺസ്. ഇങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഈ ഒരു സ്ലൈഡിനകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. വേർബ്സ് എന്ന് പറയുമ്പോൾ ദിസ് ബാർ ഗ്രാഫ് ഓർ ദിസ് ഗിവൻ ടേബിൾ, ഇതിൻ്റെ കൂടെ നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ദിസ് ബാർ ഗ്രാഫ് റെപ്രസെൻറ്റ്സ്, ദിസ് ബാർ ഗ്രാഫ് ഷോസ്, ദിസ് ബാർ ഗ്രാഫ് ഡെപ്പിക്ട്സ്, അങ്ങനെ പല ഫ്രേസസ് അവിടെ തന്നിട്ടുണ്ട്. റെപ്രസെൻറ്റ്സ്, ഷോസ്, ഡെപ്പിക്ട്സ്, ഇലുസ്ട്രേറ്റ്സ്, പ്രസൻറ്റ്സ്, ഡെമോൺസ്ട്രേറ്റ്സ്, ഡിനോട്ട്സ്, ഇൻഡിക്കേറ്റ്സ്, ഷോസ് ഡാറ്റ അബൌട്ട്, ഗിവ്സ് ഇൻഫർമേഷൻ ഓൺ, ഇങ്ങനെയുള്ള ഫ്രേസസ് ഒക്കെ നമുക്ക് അവിടെ യൂസ് ചെയ്യാവുന്നതാണ്. സോ വിത്ത് ദീസ് സെൻറ്റൻസസ്, അതായത് ഇമേജ് ഇന്നതാണ്, അതെന്താണ് നമുക്ക് കാണിച്ചു തരുന്നത്, എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്നുള്ളത് പറയാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന കുറച്ച് വേർബ്സ് ആണ് ഇതെല്ലാം. പ്രസൻസ്, റെപ്രസെൻറ്റ്സ്, ഇൻഡിക്കേറ്റ്സ്, ഷോസ്, ഇലുസ്ട്രേറ്റ്സ്, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ദെൻ പ്രിപ്പൊസിഷൻ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഐഡിയാസ് കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യാവുന്നത്. ലൈക്ക് ലേൺ ദെം ഇൻ പെയർസ്. പ്രിപ്പൊസിഷൻസ് എപ്പോഴും നമ്മൾ പെയർസിലാണ് യൂസ് ചെയ്യുന്നത്. ലൈക്ക് ഫ്രം, ടു. അപ്പോൾ ഒരു ഇയറും ഒക്കെ പറയുമ്പോഴാണ് നമ്മൾ മെജോറിറ്റി ഇത് യൂസ് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ് ഫ്രം ദിസ് ടു ദാറ്റ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇയേഴ്സ് ഒക്കെ പറയാൻ ഫ്രം ടു, അത് പെയർസിലാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ബിറ്റ്വീൻ ആൻഡ്, അതും ഇയേഴ്സ് പറയാനൊക്കെ നമ്മൾ യൂസ് ചെയ്യും. ലെറ്റ് സീ ദ എക്സാമ്പിൾ ഫ്രം 1999 to 2015. ഓക്കെ, അപ്പോൾ പ്രിപ്പൊസിഷനാണ്. ഈ വർഷം മുതൽ
ഈ ഒരു ഇയർ വരെ എന്നുള്ളൊരു മീനിങ് ആണ്. ബിറ്റ്വീൻ 1997 ആൻഡ് 2015 അതിനിടയിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ പ്രിപ്പോസിഷൻസ് ആണ്. ഇത് നമുക്ക് ഡിസ്ക്രൈബ് ഇമേജിൽ യൂസ് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ചും ഈ ഗ്രാഫൊക്കെ വരുമ്പോൾ നോർമലി എക്സ് ആക്സിസും വൈ ആക്സിസും ഒക്കെ പറയുമ്പോൾ അവിടെ ഇയേഴ്സ് ഉണ്ടായിരിക്കും, വാല്യൂസ് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സ്റ്റാർട്ടിങ് ഫ്രം ദിസ് ടു ദാറ്റ് എന്നുള്ള രീതിയിൽ ഓക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് ഇസ് കൺജങ്ഷൻസ്. കൺജങ്ഷൻസിലേക്ക് വരുമ്പോൾ എപ്പോഴും നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ദേ ക്രിയേറ്റ് കോമ്പൗണ്ട് സെൻറ്റൻസസ്. കൺജങ്ഷൻസ് എപ്പോഴും നമ്മൾ ക്ലോസസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കോമ്പൗണ്ട് സെൻറ്റൻസ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അവിടെ യൂസ് ചെയ്യാവുന്നതാണ് വെറാസ്, വൈൽ. കമ്പാരിസൺ പോലെ തന്നെയാണ്. ആദ്യം ഇങ്ങനെയായിരുന്നു എന്നാൽ ഇപ്പോൾ ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ വേറാസ് വൈലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. സിമിലർ ഐഡിയാസിനെയും കണക്ട് ചെയ്യാൻ പറ്റും കൺജങ്ഷൻസ് യൂസ് ചെയ്തിട്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓപ്പോസിങ് ഐഡിയാസിനെയും നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റും. ദെൻ ലാംഗ്വേജ് ഓഫ് കമ്പാരിസൺ ആണ്. ഡോണ്ട് മിക്സ് ദ പെയേഴ്സ്. ഈ ലാംഗ്വേജ് ഓഫ് കമ്പാരിസൺ എപ്പോഴും നമ്മൾ പെയേഴ്സിലാണ് ആ വേർഡ്സ് വരുന്നത്. അതിന് നമ്മൾ ഒരിക്കലും മിക്സപ്പ് ചെയ്ത് യൂസ് ചെയ്യരുത്. കോമൺലി യൂസ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്: ഹയസ്റ്റ്, ലോവസ്റ്റ്. അങ്ങനെ തന്നെയാണ്. കമ്പാരിസൺ ആണ് ഹയസ്റ്റ്, ലോവസ്റ്റ്. അതിൻ്റെ കൂടെ ഇത് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, മിക്സപ്പ് ചെയ്യരുത്. ഓക്കെ. ലാർജസ്റ്റ്, സ്മോളസ്റ്റ്. ദ മോസ്റ്റ്, ദ ലീസ്റ്റ്. maximum, minimum. Okay, these are some of the language of comparisons or the word that can be used in pairs. ആ pairs ഒരിക്കലും mix up ചെയ്ത് പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. Okay, so these are some of the vocabularies that we can use while describing an image. Okay, image describe ചെയ്യുമ്പോൾ യൂസ് ചെയ്യാവുന്ന കുറച്ച് phrases ആണ്. Okay, next is movement relate ചെയ്തിട്ടും പിന്നെ അതുപോലെ തന്നെ നോ മൂവ്മെൻറ്റ് അങ്ങനെയാണ്. ഓക്കെ, അതായത് ചില ഗ്രാഫ് അല്ലെങ്കിൽ ചില പിക്ചേഴ്സൊക്കെ കാണിക്കുമ്പോൾ അതിൽ തന്നിരിക്കുന്ന വാല്യൂസിൽ മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഗ്രാഫ് ബിഗിൻ ചെയ്യുമ്പോൾ ഹയസ്റ്റ് വാല്യൂലായിരിക്കും, പിന്നെ ലോവസ്റ്റ് അല്ലെങ്കിൽ പിന്നെ ഒരു മിഡിൽ പോർഷനിലേക്ക് വരും, പിന്നെയും ഒരു ഹയസ്റ്റ് റേഞ്ചിലേക്ക് പോകും. അങ്ങനെ ഒരു മൂവ്മെൻ്റ് ഉള്ള ഗ്രാഫ്സ് വരാം. ചിലത് സ്റ്റാറ്റിക് ആണ്. ഓക്കെ, വലിയ ചേഞ്ചസ് ഒന്നും ഇല്ലാതെ ഒരുപോലെ ആയിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവിടെ നോ മൂവ്മെൻറ്റ്. സോ ഇങ്ങനെ രണ്ട് ഡിഫറൻസിയേഷൻസ് വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ ടേംസ് നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും? സോ അപ്വേർഡ് മൂവ്മെൻ്റ് ആണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് റോസ്, ഇപ്പോൾ ഗ്രാഫ് തന്നെ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ റോസ്, ഇൻക്രീസ്ഡ്, വെൻറ്റ് അപ്പ്, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം വേർബ്സ് ആണ്. ഓക്കെ, റോസ്, ഇൻക്രീസ്ഡ്, വെൻറ്റ് അപ്പ് എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ കൂടെ ആഡ്വേർബ്സ് തന്നിട്ടുണ്ട്. സ്റ്റീപ്ലി, ഗ്രാജുവലി, സ്റ്റഡിലി എന്നൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, സോ അതിൻ്റെ എക്സാമ്പിൾസ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും എന്താണെന്നുള്ളത്. എംപ്ലോയ്മെൻറ്റ് റേറ്റ് റോസ് സ്റ്റീപ്ലി ബിറ്റ്വീൻ 1990 ആൻഡ് 2010. അപ്പോൾ അവിടെ എംപ്ലോയ്മെൻറ്റ് റേറ്റ് ഉയർന്നു എന്നാണ് പറയുന്നത് അല്ലേ? ഉയർന്നു. എങ്ങനെ ഉയർന്നു? റോസ് സ്റ്റീപ്ലി. സ്റ്റീപ്പ് എന്ന് പറയുമ്പോൾ ഒരു മൗണ്ടൻ എന്നുള്ള രീതിയിൽ പോലെ തന്നെയാണ്. ഇങ്ങനെ ഹയസ്റ്റ് പീക്കിലേക്ക് എത്തി എന്നുള്ളതാണ്. എംപ്ലോയ്മെൻറ്റ് റേറ്റ് റോസ് സ്റ്റീപ്ലി ബിറ്റ്വീൻ 1990 to 2010. ദർ വാസ് എ മൂവ്മെൻറ്റ് എന്നുള്ളതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്തും യൂസ് ചെയ്തിട്ടുണ്ട്, പ്രിപ്പോസിഷനും യൂസ് ചെയ്തിട്ടുണ്ട് ഇയർ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബിറ്റ്വീൻ 1990 to 2010. അടുത്ത എക്സാമ്പിൾ നോക്കുക. ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഫെൽ ഗ്രാജുവലി ആഫ്റ്റർ 2007. അപ്പോൾ അവിടെ നമ്മൾ ഡൗൺവേർഡ് മൂവ്മെൻ്റ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡൗൺവേർഡ് മൂവ്മെൻറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാവുന്ന ഫ്രേസസ് ആണ് ഫെൽ, ഡിക്ലൈൻഡ്, ഡ്രോപ്ഡ്, ഡിക്രീസ്ഡ്. ഇതെല്ലാം യൂസ് ചെയ്യാം. ഓക്കെ, ഡൗൺവേർഡ് മൂവ്മെൻറ്റ്. അപ്പോൾ ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഫെൽ ഗ്രാജുവലി, അഗൈൻ ആഡ്വേർബ് ആണ്. സ്റ്റീപ്ലി, ഗ്രാജുവലി, സ്റ്റഡിലി ഇതെല്ലാം ആഡ്വേർബ്സ് ആണ്. വേർബിൻ്റെ കൂടെ നമുക്ക് ആഡ്വേർബ്സും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഫെൽ ഗ്രാജുവലി ആഫ്റ്റർ 2007. കുറഞ്ഞു എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്വേർഡ് മൂവ്മെൻറ്റും ഡൗൺവേർഡ് മൂവ്മെൻറ്റും ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്ന കുറച്ച് വേർബ്സ്, അതിൻ്റെ കൂടെ യൂസ് ചെയ്യാവുന്ന ആഡ്വേർബ്സ്, അതിനുള്ള എക്സാമ്പിൾസ് ആണ് ഈ ഒരു ടേബിളിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്, അപ്പ് ആൻഡ് ഡൗൺ. അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറയുമ്പോൾ ഫ്ലക്ച്വേഷൻ ആണ്. പ്രോപ്പറായിട്ടൊരു സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്നില്ല. അപ്വേർഡ് മൂവ്മെൻറ്റോ ഡൗൺവേർഡ് മൂവ്മെൻറ്റോ രണ്ടും ഇൻ ബിറ്റ്വീൻ ഇങ്ങനെ ഫ്ലക്ച്വേഷൻസ് ആണ് കാണിക്കുന്നത്. സോ അവിടെ എന്താണ്? ടിക്കറ്റ് സെയിൽസ് ഫ്ലക്ച്വേറ്റഡ് ഡ്യൂറിങ് ദ മന്ത്. ഓക്കെ, അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നു എന്നാണ്. ഒരു സ്റ്റാറ്റിക് ആയിട്ട് നിന്നില്ല. ഉയർന്നു തന്നെ നിന്നു, താഴ്ന്നു തന്നെ നിന്നു എന്ന് പറയാൻ പറ്റുന്നില്ല. സോ അവിടെ അപ്വേർഡ് മൂവ്മെൻറ്റ് ആൻഡ് ഡൗൺവേർഡ് മൂവ്മെൻറ്റ് രണ്ടും ഉണ്ടായിരുന്നു. സോ ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് നോ മൂവ്മെൻറ്റ്. ഒരു സ്റ്റഡി ഇതായിട്ട് നിന്നു എന്നുള്ളതാണ്, ചലനമില്ലാതെയാണ്. ഓക്കെ, നോ മൂവ്മെൻറ്റ്. റിമെയിൻഡ് സ്റ്റഡി, വാസ് സ്റ്റേബിൾ. ഈ ഫ്രേസസ് യൂസ് ചെയ്യാം. റിമെയിൻഡ് സ്റ്റഡി, വാസ് സ്റ്റേബിൾ. ചേഞ്ചസ് ഉണ്ടായിരുന്നില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ലിറ്ററസി റേറ്റ് റിമെയിൻ സ്റ്റഡി ഫ്രം 1950 to 1980. ലിറ്ററസി റേറ്റിൽ മാറ്റമുണ്ടായിരുന്നില്ല. റിമെയിൻ സ്റ്റഡി ഫ്രം 1950 to 1980. ഇനി അടുത്തത് കാർ സെയിൽസ് വെർ സ്റ്റേബിൾ ത്രൂ ഔട്ട് ദ മന്ത്. ഓക്കെ, വെർ സ്റ്റേബിൾ ത്രൂ ഔട്ട് ദ മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപോലെ തന്നെയായിരുന്നു. ആ മാസം മൊത്തം ഒരുപോലെ തന്നെയായിരുന്നു. അപ്പോൾ റിമെയിൻ സ്റ്റഡി, വാസ് സ്റ്റേബിൾ ഇതെല്ലാം
നോ മൂവ്മെൻറ്റ് എന്നത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മാറ്റമില്ല, ഒരുപോലെ തന്നെ നിന്നു എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും അപ്പെക്സ് എന്നുള്ള രീതിയിലാണ്. പീക്ഡ്, ലോവസ്റ്റ് ലെവൽ, ഏറ്റവും ഉയർന്ന ലെവലിലായിരുന്നു എന്ന് പറയാൻ പീക്ഡ് എന്ന വേർഡ് യൂസ് ചെയ്യാം. ഏറ്റവും താഴ്ന്ന ലെവലിലായിരുന്നു എന്ന് പറയാൻ ലോവസ്റ്റ് ലെവൽ എന്ന് യൂസ് ചെയ്യാം. ഹോം ഓണർഷിപ്പ് പീക്ഡ് ഇൻ ദ 1970s. ഹോം ഓണർഷിപ്പ് റേറ്റ് പീക്ഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയരത്തിലായിരുന്നു എന്നാണ്. ന്യൂസ് പേപ്പർ സർക്കുലേഷൻ വാസ് അറ്റ് ദ ലോവസ്റ്റ് ലെവൽ ഇൻ 2016 എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവായിരുന്നു എന്നാണ്. 2016 ന്യൂസ് പേപ്പർ സർക്കുലേഷൻ ഏറ്റവും കുറവായിരുന്നു. ഓക്കെ, സോ ദീസ് ആർ സം ഓഫ് ദ ടേംസ് ദാറ്റ് വി ക്യാൻ യൂസ് വൈൽ ഡിസ്ക്രൈബിങ് ഇമേജസ്. ഓക്കെ, അപ്പോൾ മൂവ്മെൻറ്റ് കാണിക്കുന്നതുണ്ട്, സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്നുണ്ട്, അതായത് ചേഞ്ചസ് ഇല്ലാത്തതുണ്ട്, നോ മൂവ്മെൻറ്റ് ഉണ്ട്. അങ്ങനെ 3 രീതിയിലാണ് ഈ ഒരു ടേബിളിൽ ആ ടേംസ് നമുക്ക് യൂസ് ചെയ്യാവുന്നത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ 2 ഇമേജസ് ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. ടേബിളാണ് ഒരു ഇമേജ് ഇവിടെ തന്നിട്ടുള്ളത്. സോ ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് വാട്ട് വി ഹാവ് ഡിസ്കസ്ഡ് ഇൻ പ്രീവിയസ്ലി. ദാറ്റ് ഇസ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, മൂവ്മെൻറ്റും സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്നതും നോ മൂവ്മെൻറ്റ്, ഇതൊക്കെ പറഞ്ഞിരുന്നു. അവിടെ യൂസ് ചെയ്യാവുന്ന കുറച്ച് ടേംസ് പറഞ്ഞിരുന്നു. സോ ഇത് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കേട്ടാൽ മാത്രമാണ് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്താണെന്നുള്ളത് കണക്ട് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. സോ ഇൻ ബിറ്റ്വീൻ നിങ്ങൾ പോസ് ചെയ്ത് പോവാതെ കൃത്യമായിട്ട് ആ വീഡിയോ ഫുള്ളും കാണാം, എന്നാലാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് യൂസ്ഫുൾ ആവുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഒരു ഇമേജ് ആണ് നമ്പേഴ്സ് ഓഫ് സ്റ്റുഡൻസ് മൈഗ്രേറ്റിംഗ് ടു UK. സോ ഈ ഒരു ഇമേജ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ദിസ് ഇസ് എ ടേബിൾ, ഒരു ടേബിളാണ് തന്നിരിക്കുന്നത്. സോ ടേബിളിൻ്റെ ഫീച്ചറായിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് പറയാം. സോ ഇവിടെ നമുക്ക് ആക്ച്വലി ദ ഗിവൻ ഇമേജ് ഇസ് എ ടേബിൾ ആൻഡ് ഇറ്റ് ഷോസ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് മൈഗ്രേറ്റിംഗ് ടു UK. ഓക്കെ, ദർ ആർ 3 കോളംസ്. ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ട് വരുന്നത് കോളമാണ് ആൻഡ് ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്നത് റോസ് ആണ്. ഓക്കെ, സോ ഹിയർ വി ഹാവ് 3 columns ആൻഡ് 11 rows in this table. Okay, അപ്പോൾ ഇവിടെ 3 column 11 rows ഉണ്ട്, അത് മെൻഷൻ ചെയ്യാം. Then we can give detailed things regarding the country names, അല്ലെങ്കിൽ we can talk about the number of students who have migrated. So ഇതിൽ എന്ത് ചെയ്യുക? ഇതെല്ലാം പറയാൻ പോസിബിൾ അല്ല, ലിമിറ്റഡ് ടൈമാണ്, 40 സെക്കൻഡ്സേ ഉള്ളൂ. ആ ലിമിറ്റഡ് ടൈമിൽ നമ്മൾ വളരെ പ്രിസൈസ് ആയിട്ടുള്ള, വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യാനാണ് നോക്കേണ്ടത്. സോ ഇവിടെ എന്ത് ചെയ്യാം? The given image is a table and it shows the details regarding the number of students migrating to UK in the year 2023. There are 3 columns and 11 rows. The first column shows the ranks starting from 1 to 10. The second column indicates country name like China, India, Nigeria, United States and so on. The third column depicts the number of students who have migrated to UK in the year 2023. The highest value is 150 plus thousands, which is from China, and the least of the students have migrated from Singapore. The most students have migrated from China and the least students have migrated from Singapore. So ഇതാണ് നമുക്ക് ഈ ഒരു ഇമേജിൽ നിന്നും കിട്ടുന്നത്. Overall, the image shows the number of students who have migrated to UK in the year 2023. So, ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് അവിടെ പറയാൻ പറ്റും. ഹയസ്റ്റ് വാല്യൂ, ലോവസ്റ്റ് വാല്യൂ, ദെൻ കൺട്രി നെയിം എല്ലാം മെൻഷൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. വി ക്യാൻ ജസ്റ്റ് ഗിവ് ദാറ്റ് ലൈക്ക് ആൻഡ് സോ ഓൺ എന്നുള്ള രീതിയിൽ പറയാവുന്ന, എക്സെട്ര പറയുന്ന പോലെ തന്നെ ആൻഡ് സോ ഓൺ എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ മതിയാവും. ഓക്കെ, സോ ദീസ് ആർ ദ തിങ്സ് ദാറ്റ് വി ക്യാൻ include here. Next is a pie chart. നമ്മൾ നേരത്തെ പറഞ്ഞു pie chart ഒക്കെ വരുമ്പോൾ പെർസെൻറ്റേജിലാണ് വാല്യൂസ് വരുന്നത്. സോ ഇവിടെ എങ്ങനെ സംസാരിക്കാൻ നമുക്ക് 2 എണ്ണം കമ്പാരിസൺ ആണ് അല്ലേ, 2 pie chart ആണ് തന്നിട്ടുള്ളത്. സോ ദ ഗിവൻ ഇമേജ് is pie chart. There are 2 pie charts in this image. One indicating the year 2010, the other indicating the year 12. Different college courses are given like nursing, engineering, social studies, psychology, carpentry and sports sciences. In the first image, most of the students have opted social studies, which is 27%, and the least of the students have opted carpentry, which is just 8%. In the year 2012, most of the students have opted green color, that is sports sciences, which is 25.5%, and least of the students have opted carpentry, which is just 5%. അപ്പോൾ ഇവിടെ നമ്മളൊരു കമ്പാരിസൺ പോലെയാണ് അല്ലേ, 2010ഉം 2012ഉം തമ്മിലുള്ളൊരു കമ്പാരിസൺ പോലെയാണ് നമ്മളവിടെ പറഞ്ഞത്. സോ കോളേജ് കോഴ്സസ് ഏതാണെന്ന് പറയാം, അതിൻ്റെ കളർ റിലേറ്റഡ് അല്ലെങ്കിൽ കളർ ഡെപ്പിക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഹയസ്റ്റ് വാല്യൂസും ലോവസ്റ്റ് വാല്യൂം കമ്പയർ ചെയ്ത് പറയാവുന്നതാണ്. സോ ഇതിൽ നമുക്ക് ഓവറോൾ ഒരു ഐഡിയ കിട്ടുന്നത് എന്താ, മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഹാവ് most of the students who have opted social studies in 2010 and the least have opted
സ്പോർട്സ് സയൻസസ്. ബട്ട് ഇൻ ബോത്ത് ഇയേഴ്സ് കാർപ്പൻട്രി വാസ് ദ ലീസ്റ്റ് ഓപ്റ്റഡ് കോഴ്സ്. അതൊരു കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് ഫൈനലൈസ് ചെയ്ത് പറയാവുന്നതാണ്. ഓവറോൾ ദി ഇമേജ് ഷോസ് ദാറ്റ് ലീസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഹാവ് ഓപ്റ്റഡ് കാർപ്പൻട്രി എന്നുള്ളത് നമുക്ക് സമ്മറി പോലെ അല്ലെങ്കിൽ ഒരു കൺക്ലൂഷൻ പോലെ പറയാവുന്നതാണ്. സോ ദിസ് വാസ് ഓൾ അബൌട്ട് ഡിസ്ക്രൈബ് ഇമേജ്, സം ഓഫ് ദ ഡൂസ് ആൻഡ് ഡോൺസ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്ന വൊക്കാബുലറീസ് അങ്ങനെ റിലേറ്റ് ചെയ്ത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേർഷനാണെന്ന് എടുത്ത് തന്നിട്ടുള്ളത്. ഐ ഹോപ്പ് ഇറ്റ് വിൽ ബി റിയലി യൂസ്ഫുൾ ഫോർ യു. സോ നിങ്ങൾ നന്നായിട്ട് ആദ്യം മുതൽ അവസാനം വരെയും കൃത്യമായിട്ട് കേട്ടാലാണ് യൂസ്ഫുൾ ആവുന്നത്. സോ അത് ശ്രദ്ധിക്കുക. So thank you everyone, thank you for watching, and please do follow us for more. We'll be back with some more new videos. Thank you.